ഹലോ ഗൈസ്, ഇന്നത്തെ ഇസമോളുടെ ബർത്ത്ഡേ വിശേഷങ്ങളാണ്. രാവിലെ എണീച്ച് അടുക്കളയിൽ വന്നപ്പോൾ അടുക്കളയിൽ ഭയങ്കര തിരക്ക്. വേറൊന്നുമല്ല, ഇസമോളുടെ ബർത്ത്ഡേ അല്ലേ. ഇവര് പിന്നെ രാവിലെ എണീച്ചപ്പോഴുള്ള തിരക്കായിരുന്നു. ഇത് ബിരിയാണി പുറത്തേൽപ്പിച്ചതുകൊണ്ട് തന്നെ അധികം പണികളൊന്നും ഇല്ലായിരുന്നു. പുറത്തുള്ള കുറച്ച് പണികളൊക്കെ ഞാനും മോളും അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ചെയ്തു. പിന്നെ അടുക്കളയിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നേ. അത് പിന്നെ അമ്മയും ബിന്ദു വെച്ചുള്ളത് കൊണ്ട് അങ്ങോട്ടേക്ക് ഞങ്ങൾക്ക് പോകേണ്ട ആവശ്യം വന്നില്ല. അടുക്കള പറഞ്ഞ അമ്മമാരുടെ കയ്യിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ കുളിച്ച് റെഡിയായി ഡെക്കറേഷന്റെ പണിയൊക്കെ നോക്കി. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അവരൊക്കെ ഇങ്ങ് എത്തിട്ടോ. അവരവിടുന്ന് പുലർച്ചെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും അവരിവിടെ എത്തി. അവർ പിന്നെ എത്തി കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് അതിനുശേഷം അവർക്ക് ചായ കൊടുത്ത്. പിന്നെ നമ്മുടെ ഫുഡ് ബിരിയാണി ആയിരുന്നേ. ബിരിയാണി മാത്രമല്ല, ബിരിയാണി കഴിക്കാത്തവർക്ക് സാദാ ചോറും ഉണ്ടായിരുന്നു. സാദാ ചോറ് പിന്നെ വീട്ടിൽ തന്നെ അമ്മയും ബിന്ദുച്ചും കൂടി സെറ്റ് ആക്കിയതാണ്. സാമ്പാറും മീൻകറിയും പിന്നെ ചിക്കൻ ഫ്രൈയും. എന്തായാലും ഡെക്കറേഷൻ ഒക്കെ ചെയ്തല്ലേ, ഒരു റീൽസ് എടുക്കാന്ന് കരുതി ഞാനും മോളും കൂടി ഡാൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പിന്നെ എല്ലാവരും വന്നതിന് ശേഷമാണ് കേക്ക് കട്ട് ചെയ്തത്. കേക്ക് പിന്നെ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അപ്പാര ടേസ്റ്റ് ആയിരുന്നു, നല്ല കേക്ക് ആയിരുന്നു കേട്ടോ. കാണാൻ ഭംഗിയുണ്ടായിരുന്നു, കഴിക്കാനും ടേസ്റ്റ് ഉണ്ടായിരുന്നു. കേക്ക് ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം എല്ലാവർക്കും ഫുഡ് കൊടുത്തു കേട്ടോ. അവർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, കാരണം പുലർച്ചെ ഇറങ്ങിയതല്ലേ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ലാസ്റ്റ് ആണ് ഞാനും മോളും ഫുഡ് കഴിക്കാനിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തിരക്കിലിരുന്ന് ഫുഡ് കഴിച്ചാൽ ഒരു സമാധാനത്തിൽ ഫുഡ് കഴിക്കാനാവില്ലേ. ഈ തിരക്കൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചാൽ നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഞാനും മോളും കുറച്ചൊന്ന് ലേറ്റ് ആക്കിയത്. ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ താഴെ ഒരു വയലുണ്ട്, അങ്ങോട്ടേക്കാണ് പോയത്. അവിടെ പോയി ഒരു റീൽസ് ഒക്കെ എടുത്ത് ഈ റീൽസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കാണണേ. ഒരു 4 മണിയായപ്പോഴേക്കും എല്ലാവരും പോകാൻ ഇറങ്ങിയിട്ടോ. ഇസമൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു സിയമോള് പോകുന്നുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ നോക്കുമായിരുന്നു, അവള് പോകുന്നുണ്ടോ പോകുന്നില്ല എന്ന് തോന്നിയപ്പോൾ ആൾക്ക് കുറച്ച് സമാധാനമായി. പിറ്റേ ദിവസം ക്ലാസ്സിലുള്ളതുകൊണ്ട് തന്നെ മോളും ബിന്ദുച്ചു അവരുടെ കൂടെ പോയിട്ടോ. ഞാനും അമ്മ 2 ദിവസം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. അപ്പൊ ബാക്കി വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ടാറ്റാ ബൈ ബൈ, സീ യു.